അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പ് മുറിയാത്ത അവസ്ഥകളെക്കുറിച്ചാണ്. ഒന്ന്, തരിമൂക്കിൻ്റെ അറ്റം വിട്ടു കടക്കാത്ത വിധം വല്ല വസ്തുവും മൂക്കിൻ്റെ എല്ല് വരെ എത്തിയതിനാൽ നോമ്പ് മുറിയില്ല. തരിമൂക്കിൻ്റെ അറ്റമാണ് മൂക്കിൻ്റെ അതിർത്തി. രണ്ടാമത്, ശുദ്ധമായ കലർപ്പില്ലാത്ത ഉമിനീര് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്ന് വായ മുഴുവനുമാണത് വിഴുങ്ങിയാൽ മുറിയില്ല. പിന്നെ ഊനിൻ്റെ രക്തം മുതലായവ കൊണ്ട് മലിനമായ തുപ്പുനീര് രക്തക്കലർപ്പൊന്നും ബാക്കിയില്ലെങ്കിലും വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. സൂക്ഷിക്കാൻ കഴിയാത്ത വിധം ഊൻ പൊട്ടി ഒലിക്കുന്ന രക്തം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഇളവുണ്ട്. അവർ അറിവോട് കൂടി തന്നെ അനിവാര്യമായ ഘട്ടത്തിൽ അത് വിഴുങ്ങിയാൽ അവൻ്റെ നോമ്പ് മുറിയുകയില്ല. അതിൽ വെറ്റില പോലോത്തതിൻ്റെ ചുവപ്പ് കൊണ്ടോ അത് നീക്കാൻ പ്രയാസമാണെങ്കിലും വായിലിട്ടു പിരിച്ച നൂലിൻ്റെ കളർ കൊണ്ടോ പകർച്ചയായ തുപ്പുനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. നാവല്ലാത്ത മറ്റേതെങ്കിലും വസ്തുവിന്മേലായി വായിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ചുണ്ടിൻ്റെ പുറം ഭാഗം വരെ എത്തിയിട്ടുള്ളതുവെങ്കിൽ പോലും നാവുകൊണ്ട് വായിലേക്ക് തന്നെ മടക്കി കീഴ്പൊട്ടിറക്കിയാൽ നോമ്പ് മുറിയും. നൂലോ മിസ്വാക്കോ വെള്ളം കൊണ്ടോ തുപ്പുനീര് കൊണ്ടോ നനയ്ക്കുകയോ വിട്ടുപിരിയുന്ന പഷർമയുള്ള സ്ഥിതിയിൽ വായിലിട്ടു അതിന്മേലുള്ള നനവ് വലിച്ചെടുത്ത് വിഴുങ്ങുകയും ചെയ്താൽ നോമ്പ് മുറിയും. പിന്നെ സൂക്ഷിക്കാൻ പ്രയാസകരമായതിനാൽ തുപ്പിക്കളയാൻ സാധ്യമാണെങ്കിൽ പോലും വായ കൊപ്പിളിച്ചതിനുണ്ടാകുന്ന നേരിയ പഷർമ താഴോട്ടിറങ്ങിയാൽ നോമ്പ് മുറിയയില്ല. അതാണ് മസാല. വെള്ളവും കുളിയോ? വെള്ളത്തിൽ മുങ്ങാതെ ജനാബത്ത്, ആർത്തവ, പ്രസവ കുളികൾ നിർവഹിക്കുന്നതിലൂടെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നോമ്പ് മുറിയുകയില്ല. ജനാബത്ത് കുളിയിൽ 2 ചെവികൾ കഴുകുമ്പോൾ അവയിൽ ഒന്നിൽ കൂടി ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ നോമ്പ് മുറിയുകയില്ല. നോമ്പുള്ളപ്പോൾ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ്. അതിൽ മുങ്ങിക്കുളിക്കുമ്പോൾ വെള്ളം ചെവിയുടെയും മൂക്കിൻ്റെയും ഉള്ളിൽ കടന്നാൽ നിർബന്ധ കുളിയാണെങ്കിൽ പോലും നോമ്പ് മുറിയും. അതിൽ അമിതമായി അല്ലാതെ വായിൽ കൊപ്പിളിച്ചപ്പോൾ വെള്ളം കടന്നാൽ നോമ്പ് മുറിയുകയില്ല. പിന്നെ മറന്നു തിന്നാലോ? നോമ്പിനെ മറന്നുകൊണ്ട് ഒരാൾ കുറച്ചോ അധികരിച്ചോ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. വെള്ളത്തിൽ വെച്ച് മനഃപൂർവ്വം വായ തുറക്കുന്നതിനാൽ വെള്ളം ഉള്ളിൽ പ്രവേശിച്ചാലും വായിലാക്കിയ വെള്ളം ഉള്ളിലേക്ക് മുൻകടന്നാലും നോമ്പ് മുറിയും. മനഃപൂർവ്വം ഒരു സാധനം വായിൽ വെക്കുകയും ഓർക്കാതെ അത് വിഴുങ്ങുകയും ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. ഇനി സംശയം വന്നാൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ തന്നിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് സംശയമുണ്ടായാൽ നോമ്പ് മുറിയില്ല, നോമ്പ് പൂർത്തിയാക്കേണ്ടതാണ്. യാത്രക്കാരനാണെങ്കിലോ ഖസ്ർ അനുവദനീയമാകുന്ന ദീർഘയാത്ര 132 കിലോമീറ്റർ നോമ്പ് മുറിക്കാം. ദോഷകരമായ യാത്ര, ഹ്രസ്വയാത്ര എന്നിവയിൽ നോമ്പ് മുറിക്കാൻ പാടില്ല. വിഷമമില്ലെങ്കിൽ യാത്രക്കാരൻ വ്രതം അനുഷ്ഠിക്കലാണ് ഉത്തമം. മറ്റൊന്ന്, നോമ്പ് മുറിക്കാം. കഠിന രോഗമുള്ള വ്യക്തിക്ക് തയമ്മും അനുവദനീയമാകുന്ന വിധം വിഷമമുള്ള രോഗം നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. നോമ്പ് കാരണം വിശന്നോ ദാഹിച്ചോ നശിച്ചു പോകുമെന്ന് ഭയപ്പെട്ടാൽ അവൻ സ്വന്തം നാട്ടിൽ നിൽക്കുന്നവനും രോഗമില്ലാത്തവനുമാണെങ്കിൽ പോലും നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. എണ്ണ തേക്കലോ? ശരീരത്തിലെ ഉള്ളിലേക്ക് തടിയുള്ള വല്ലതും ചേർന്നാൽ നോമ്പ് മുറിയുന്നതാണ്. ശരീരത്തിൽ എണ്ണ തേക്കൽ കൊണ്ട് രോമക്കൂപ്പണുകളുടെ എണ്ണ ഉള്ളിലെത്തുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. സുറുമ പുകവലിയോ? സുറുമ ഇട്ടാൽ നോമ്പ് മുറിയില്ല. സുറുമയിടൽ അനുവദനീയമാണെങ്കിലും ഉപേക്ഷിക്കലാണ് ഉത്തമം. അതേ സ്ഥാനത്ത് ഒരാൾ പുകവലിച്ചാൽ നോമ്പ് മുറിയുന്നതുമാണ്. പൊടികളും വാഹനപ്പുകയോ? ഉദ്ദേശ്യപൂർവ്വം വല്ലതും ഉള്ളിലെത്തുമ്പോൾ നോമ്പ് മുറിയും. പക്ഷേ വഴിയിലൂടെ പൊടി, വാഹനത്തിൽ നിന്നുണ്ടാകുന്നതും മറ്റുമായ പുക, ചെവിയിൽ കയറുന്ന ഉറുമ്പ്, വായിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രാണികൾ എന്നിവ മൂലം നോമ്പ് മുറിയില്ല. ഇവ ഉദ്ദേശ്യമില്ലാതെയാണ് ഉള്ളിലെത്തുന്നത് എങ്കിലോ അത് ഉദ്ദേശമൊന്നും ഇല്ലാത്തതിനാണ് അത് ഉള്ളിലെത്തുന്നത്. അതുകൊണ്ടാണ് നോമ്പ് മുറിയില്ല എന്ന് പറയാൻ കാരണം. കാര്യങ്ങൾ മനസ്സിലാക്കിയ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.